ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി അടുത്ത 10 വർഷങ്ങളിൽ എങ്ങനെ മാറും? ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യയ്ക്ക് എന്ത് സ്ഥാനം ലഭിക്കും? ഇതാണിന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച സ്ഥിരതയോടെ മുന്നോട്ടു പോകുകയാണ്. വലിയ ജനസംഖ്യ, യുവജന ശക്തി, ടെക്നോളജി വികസനം, സ്റ്റാർട്ടപ്പ്, സംസ്കാരം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വലിയ മാറ്റങ്ങൾ കാണാൻ പോകുകയാണ്. ഇപ്പോൾ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ അടുത്ത ഒരു ദശകത്തിനുള്ളിൽ 3ാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാകുമെന്ന് പല സാമ്പത്തിക വിദഗ്ധരും പ്രവചിക്കുന്നു. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ലോക സാമ്പത്തിക രംഗത്ത് ഇന്ത്യ വലിയ ശക്തിയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിന് പ്രധാന കാരണം ഇന്ത്യയുടെ യുവജന ജനസംഖ്യയാണ്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ വലിയൊരു പങ്ക് യുവാക്കളാണ്. ഈ യുവജനശക്തി ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ ഇന്ധനമായി മാറും. വിദ്യാഭ്യാസം, സ്കിൽ വികസനം, ടെക്നോളജി ട്രെയിനിംഗ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകിയാൽ ഇന്ത്യ ലോകത്തിന്റെ പ്രധാന ടാലന്റ് ഹബ്ബായി മാറാൻ കഴിയും. ടെക്നോളജി മേഖലയും ഇന്ത്യയുടെ ഭാവിയിൽ വലിയ പങ്കുവഹിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ്, സൈബർ സുരക്ഷ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടർ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വേഗത്തിൽ മുന്നേറുകയാണ്. ലോകത്തിലെ പല വലിയ ടെക്നോളജി കമ്പനികൾക്കും ഇന്ത്യ പ്രധാന മാർക്കറ്റും ടാലന്റ് സെന്ററുമാണ്. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുകളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഫിൻടെക്, ടെക് ഹെൽത്ത്, ടെക്കി, കൊമേഴ്സ്, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ വളരുന്നു. ഇതിലൂടെ പുതിയ തൊഴിലവസരങ്ങളും നവീകരണങ്ങളും ഉണ്ടാകുന്നു. അടുത്ത വർഷങ്ങളിൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലും വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ വഴി ഇന്ത്യ ആഗോള നിർമ്മാണ കേന്ദ്രമായി മാറാൻ ശ്രമിക്കുന്നു. ഇലക്ട്രോണിക്സ്, മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുടെ നിർമ്മാണശേഷി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനവും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ പിന്തുണ നൽകുന്നു. പുതിയ ഹൈവേകൾ, എക്സ്പ്രസ് വേകൾ, റെയിൽവേ നവീകരണം, വിമാനത്താവള വികസനം, തുറമുഖ വികസനം തുടങ്ങിയ പദ്ധതികൾ ഇന്ത്യയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കും. നല്ല അടിസ്ഥാന സൗകര്യം നിക്ഷേപങ്ങളെ ആകർഷിക്കുകയും വ്യവസായ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലൊന്നാണ്. യൂണിഫൈഡ് പേയ്മെന്റ് സിസ്റ്റം പോലുള്ള സാങ്കേതിക സംവിധാനങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ വളരെ എളുപ്പമാക്കി. ഗ്രാമപ്രദേശങ്ങളിലേക്കും ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപകമായി എത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ നേരിടുന്ന ചില വെല്ലുവിളികളുമുണ്ട്. തൊഴിലില്ലായ്മ, വരുമാന അസമത്വം, വിദ്യാഭ്യാസ നിലവാര വ്യത്യാസങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ തുടങ്ങിയവ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളാണ്. ഈ പ്രശ്നങ്ങൾ ശരിയായ നയങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച കൂടുതൽ ശക്തമാകും. ലോക സാമ്പത്തിക രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങൾ, സപ്ലൈ ചെയിൻ മാറ്റങ്ങൾ, ടെക്നോളജി മത്സരം തുടങ്ങിയവ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് വലിയ അവസരങ്ങളുണ്ട്. നിരവധി രാജ്യങ്ങൾ അവരുടെ നിർമ്മാണവും സപ്ലൈ ചെയിനും ചൈനയ്ക്ക് പുറത്തേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. ഈ മാറ്റത്തിൽ ഇന്ത്യയ്ക്ക് വലിയ പങ്ക് നേടാൻ കഴിയും. അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളിൽ ഒന്നായി മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. വലിയ ആഭ്യന്തര വിപണി, യുവജന ശക്തി, ടെക്നോളജി, കഴിവ്യവസായ വികസനം എന്നിവ ഇന്ത്യയെ ആഗോള സാമ്പത്തിക രംഗത്ത് ശക്തമായ സ്ഥാനത്തേക്കെത്തിക്കും. അവസാനമായി പറയുകയാണെങ്കിൽ അടുത്ത ഒരു ദശകത്തിൽ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ലോക സാമ്പത്തിക വ്യവസ്ഥയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ശക്തിയായി മാറാൻ സാധ്യതയുണ്ട്. ശരിയായ നയങ്ങളും നവീകരണങ്ങളും മനുഷ്യവിഭവശേഷിയും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാവി വളരെ പ്രതീക്ഷാപൂർണമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അടുത്ത 10 വർഷങ്ങളിൽ ഇന്ത്യ ലോകത്തിലെ മുൻനിര സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാകുമോ?